ഹലോ കൂട്ടുകാരെ, വൈറ്റ് ബോർഡ് ഫിസിക്സ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഇന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൻ്റെ സ്കീമാണ്, +1 ഫിസിക്സിൻ്റെ സ്കീം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്കീം നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പഠിച്ചു പോകേണ്ടത്. അപ്പം മൊത്തം നമുക്ക് നമ്മുടെ സ്കീമിൽ 15 ചാപ്റ്റേഴ്സാണുള്ളത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിസിക്കൽ വേൾഡ് ആണ്. അങ്ങനെ പിന്നെ വരുന്നത് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്, മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, അങ്ങനെ 15th ചാപ്റ്റർ വേവ്സ്. അങ്ങനെ ടോട്ടൽ 15 ചാപ്റ്ററാണ്. ഇതിൽ ഓരോ ചാപ്റ്ററും എന്താണെന്നുള്ളത് നമ്മൾ അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിസിക്കൽ വേൾഡ്, പിന്നീട് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്. ഈ രണ്ട് ചാപ്റ്റേഴ്സ് വളരെ ചെറിയ ചാപ്റ്ററാണ്, കമ്പാരിറ്റീവ്ലി ഈസി ചാപ്റ്റേഴ്സാണ്. ഫിസിക്സിലെ ബേസിക് കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സാണ് ഇവ രണ്ടും. പിന്നെ വരുന്ന തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതായത് 1 ഡയമെൻഷണൽ മോഷൻ, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്ന അതിലെ പ്രോബ്ലംസ്, അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ലോസ്, കാര്യങ്ങൾ, ഇക്വേഷൻസ്, അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ. അടുത്തതാണ് ഫോർത്ത് വൺ ആണ് മോഷൻ ഇൻ എ പ്ലെയിൻ. പ്ലെയിൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, അത് 2 ഡയമെൻഷനിലാണ്. 2 ഡയമെൻഷൻ 2 ഡയമെൻഷനിലുള്ള മോഷനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ് ഫോർത്ത് ചാപ്റ്റർ. പിന്നെ ലോസ് ഓഫ് മോഷൻ, ഫിഫ്ത്ത് വൺ. ഓക്കെ, അപ്പം ലോസ് ഓഫ് മോഷൻ എന്ന് പറയുമ്പം അതാണ് നമ്മുടെ ഫിഫ്ത്ത്. അതിൽ നമ്മൾ മോഷൻ്റെ ലോസ്, അത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ പോലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ വർക്ക് എനർജി, പവർ, ആ 3 ക്വാണ്ടിറ്റീസിനെ നമ്മൾ 6th ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 7th വൺ ആണ്, മോഷൻ ഓഫ് റിജിഡ് ബോഡീസ്. ദെൻ കംസ് ഗ്രാവിറ്റേഷൻ, അതിനുശേഷം മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതൊക്കെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററൊക്കെ തെർമോഡൈനാമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ചാപ്റ്റർ ഉണ്ട്. ഈ 2 ചാപ്റ്ററും ഏകദേശമൊക്കെ സിമിലറാണ്. ദെൻ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ഓസിലേഷൻസ് ആൻഡ് വേവ്സ്. അങ്ങനെ ടോട്ടൽ ഇത്രയും 15 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ എന്തുകൊണ്ടാണ് ഇതിവിടെ ഡിസ്കസ് ചെയ്യാൻ കാരണം വെച്ചാൽ, നമ്മളൊരു സ്കീം അല്ലെങ്കിൽ എന്തൊക്കെ ചാപ്റ്ററാണ്, അതിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് അറിഞ്ഞാലേ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു അത് പഠിച്ചെടുക്കാൻ പറ്റും. സോ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഞാൻ ഈ ഒരു സ്കീമിൻ്റെ ബേസിസിൽ ഫ്രം ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അന്നേരം നിങ്ങൾക്ക് പറയാം. സോ എല്ലാവരും ക്ലാസ്സുകൾ കാണുക, അത് ഫോളോ ചെയ്യുക, പഠിച്ചെടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ അടുത്ത ദിവസം മുതൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.